എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോസ്റ്റിലോട്ടുള്ള വിജ്ഞാപനം ഉടനടി ഇറങ്ങുമെന്നുള്ള ഒരു PSCയുടെ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിസിൽ എന്തൊക്കെയാണ് ഇൻസ്പെക്ടറേറ്റിൽ, എന്താണ് ഇൻസ്പെക്ടറേറ്റ് പോസ്റ്റ് എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാനും അതിന്റെ ഇമ്പോർട്ടൻസുകൾ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു സെക്ഷൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന പോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്താണ്? നമുക്കറിയാം, എല്ലാ സ്റ്റേറ്റുകളിലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുകളുണ്ട്. അതാത് സ്റ്റേറ്റിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെയുള്ള എല്ലാ കമ്പനീസിന്റെയും, അതേപോലെ തന്നെ കെട്ടിടങ്ങളുടെയും, അതേപോലെ തന്നെ നമ്മുടെ സബ്സ്റ്റേഷൻസുകളുടെ ആണെങ്കിൽ പോലും ഉള്ള സേഫ്റ്റിയും ഇൻസ്റ്റലേഷൻസിന്റെ സേഫ്റ്റിയും എല്ലാം കറക്റ്റായിട്ട് റെഗുലേഷൻസ് അനുസരിച്ചാണോ പോകുന്നതെന്ന് തീരുമാനിക്കുന്നതും അവരുടെ ഇൻസ്പെക്ഷൻ നടത്തുന്നതും, ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും അതേപോലെ അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട്സ് ഉണ്ടാക്കുകയും അതിൽ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയും അതിലെ ഇൻസ്പെക്ഷനിൽ എന്തെങ്കിലും പാകക്കേടുകൾ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്നത്. അതിലെ ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്നൊരു റോളിലോട്ടാണ് നമ്മുടെ PSC വിജ്ഞാപനം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഗസറ്റഡ് പോസ്റ്റിന് ഉപരി തന്നെ നല്ല ഒരു ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മുടെ PSCയുടെ കീഴിൽ വരുന്ന ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തിൽ തന്നെ, അല്ലെങ്കിൽ ഉന്നതമായ ഒരു സ്ഥലത്ത് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൽ പ്രിപ്പയർ ചെയ്യുകയും ഇതിൽ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പോസ്റ്റിൽ തന്നെ നമുക്ക് കയറാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു പോസ്റ്റിന്റെ ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് പോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ? കഴിഞ്ഞ വിജ്ഞാപനം ഇറങ്ങിയത് 2020-ലായിരുന്നു. 2023 അതിന്റെ പരീക്ഷ കഴിഞ്ഞായിരുന്നു. ഇപ്പോഴും ലാസ്റ്റ് 2025 വരെയൊക്കെ അതിന്റെ അപ്പോയിന്റ്മെന്റ്സ് പോയിട്ടുണ്ട്. അപ്പൊ ഇത് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലോട്ട് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലോട്ടാണ്. സ്കെയിൽ ഓഫ് പേ കഴിഞ്ഞ വിജ്ഞാപനത്തിൽ ഉണ്ടായിരുന്ന സ്കെയിൽ ഓഫ് പേ ആണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 39,500 തൊട്ട് 83,000 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. വേക്കൻസീസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ എന്താ പറയുന്നത്, റിട്ടയർമെന്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും വേക്കൻസീസ് വരുന്നത്. അപ്പൊ ഇതില് 22 തൊട്ട് 36 വരെ ഏജ് ലിമിറ്റ് ഉള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബേസിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായവർക്ക് മാത്രമാണ് ഈ ഒരു പരീക്ഷയിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഈ ഇൻസ്പെക്ടറേറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിലും ഇപ്പൊ നമ്മുടെ ഒക്കെ അടുത്തുള്ള ഒരു എന്താ പറയുന്നത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണെങ്കിൽ പോലും അത് ഇൻസ്പെക്ട് ചെയ്തത് ശരിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അതിന് സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ KCBക്ക് പോലും അതിന്റെ കൺസ്ട്രക്ഷൻസും അതിന്റെ ഇൻസ്റ്റലേഷൻസും പ്രോപ്പർ ആണെന്ന് പറഞ്ഞ് സൈനിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഇൻസ്പെക്ടറേറ്റ് തന്നെയാണ്. അപ്പൊ എങ്ങനെ നോക്കിയാൽ പോലും KCBനേക്കാളും കുറച്ചും കൂടെ ഉന്നതമായ ഒരു പോസ്റ്റ് തന്നെയാണ്. അത് മാത്രമല്ല, അതൊരു ഗസറ്റഡ് പോസ്റ്റും കൂടെ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു മൂല്യം ഈ ഒരു പോസ്റ്റിന് ഉള്ളതാണ്. ഇനി ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് എൻഡിങ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 2025 വരെ പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 29 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്.
നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് പോയിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറി 11th റാങ്ക് വരെയും EWS 101 വരെ. ഇപ്പൊ കാറ്റഗറി ബേസിസിലാണെങ്കിൽ നോക്കിയാൽ പോലും നമുക്ക് നല്ലൊരു രീതിയിലുള്ള റാങ്കിങ് പൊസിഷനിൽ വന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്പെക്ടറേറ്റിൽ കയറാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് 2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 65 മാർക്കായിരുന്നു. ഏറ്റവും ഉയർന്ന മാർക്ക് 83 മാർക്കുമായിരുന്നു. അപ്പോൾ പണ്ടത്തെ PSCയുടെ പരീക്ഷയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ടെക്നിക്കൽ എക്സാംസുകളിൽ നമുക്ക് ജനറൽ നോളജ് ഇല്ലാതാവുകയും കുറച്ചും കൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അതിൽ നേരിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ മോഡ്യൂളും നമുക്കറിയാം 10 മോഡ്യൂൾസ് ഉണ്ടാകും, അല്ലെങ്കിൽ 8 മോഡ്യൂൾസ് 9 മോഡ്യൂൾസ് ഉണ്ടാകും. ആ മോഡ്യൂൾസിൽ നിന്നെല്ലാം തന്നെ 10 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് എന്താണേലും എക്സ്പെക്ട് ചെയ്യാന്നല്ല, ഇപ്പോൾ PSCയുടെ ഒരു രീതി അനുസരിച്ച് 10 മാർക്കിന് എല്ലാ മൊഡ്യൂളുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മൊഡ്യൂള് എല്ലാ മൊഡ്യൂൾസും നമ്മൾ ഈക്വൽ പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്പർ ഓഫ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പാസ് ഔട്ട് ആവുന്നതും കുറവാകുന്നുണ്ട് ഇലക്ട്രിക്കൽ കോർ ബ്രാഞ്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും നല്ല രീതിയിൽ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉന്നതമായൊരു റാങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കയറി പറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിന്റെ ഒരു സിലബസ് 2020 വന്നിട്ടുണ്ടാവും. അതിലധികം മാറ്റമൊന്നും ഉണ്ടാകാനുള്ള ചാൻസുകളില്ല. അപ്പം ആ ഒരു സിലബസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. നന്നായിട്ട് തന്നെ എല്ലാ മോഡ്യൂൾസും നല്ല രീതിയിൽ ടെക്നിക്കലി നല്ല ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബിൽഡപ്പ് ചെയ്താൽ മാത്രമേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പോലുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് കയറി പറ്റാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇന്ന് നമ്മൾ നോക്കുന്നത് പവർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു മോഡ്യൂളിനെ പറ്റിയായിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇപ്പൊ പവർ സിസ്റ്റം നമ്മൾ എല്ലാ ഇലക്ട്രിക്കലുകാരും പഠിച്ചിട്ടുണ്ടാവും. KTU സിലബസിലാണെങ്കിലും ഏത് സിലബസ് നോക്കിയാലും നമ്മൾ പവർ സിസ്റ്റം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് വരുന്നത് ലൈൻ പാരാമീറ്റേഴ്സ്. നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസ് പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്മിഷൻ ലൈൻസിനകത്തെ പാരാമീറ്റേഴ്സ് ആണ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് എന്ന് മാത്രം പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം നമ്മൾ പഠിച്ചതനുസരിച്ച് ഇൻഡക്റ്റൻസ്, സിംഗിൾ കണ്ടക്ടറിന്റെ, 3 ഫേസിന്റെ, ട്രാൻസ്പോസ്ഡ്, അൺട്രാൻസ്പോസ്ഡ്, ഇങ്ങനെയെല്ലാം ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പം ഒരു ടോപ്പിക്ക് ചുമ്മാ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിന്റെ ഇൻ ഡെപ്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എടുത്തു നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഇതിന്റെ എക്സ്പാൻഷനായിട്ട് കുറച്ചും കൂടെ ടോപ്പിക്സുകൾ കയറി വരാൻ സിലബസ് റിവിഷൻ വല്ലതും വന്നു കഴിഞ്ഞാൽ പോലും. എന്നാൽ പോലും നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഇത്രയും പോർഷൻസ് നമ്മൾ നേരത്തെ തന്നെ കവറപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആഡ് ഓൺ ടോപ്പിക്സ് പിന്നീട് നമ്മൾ പഠിക്കാൻ നേരത്ത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടെക്സ്റ്റ് ബുക്സുകൾ ഉണ്ടാകാം, നമ്മൾ പഠിച്ച നോട്ട്സുകളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ പഠിച്ച സിലബസ് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അതിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി എടുക്കണം. എങ്ങനെയാണെങ്കിൽ പോലും നമുക്കറിയാം റിലേസ്, നമ്മൾ മൈക്രോ പ്രോസസർ റിലേസ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ മെക്കാനിക്കൽ റിലേസ്, ഇലക്ട്രോ മെക്കാനിക്കൽ റിലേസ്, ഇലക്ട്രോ മാഗ്നറ്റിക് റിലേസ്, ഇതെല്ലാം പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ സ്പെസിഫിക് ആയിട്ട് റിലേസ് അല്ലെങ്കിൽ ഒറ്റ വേർഡ് കൊണ്ട് നിർത്തുകയാണ് റിലേസ്. അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ചും കൂടെ ഡെപ്തിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു ഏരിയ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസുകൾ ഇൻസ്പെക്ടറേറ്റിന്റെ പരീക്ഷയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അത്രയും സ്പെസിഫിക് ആയിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ട്രാൻസ്മിഷൻ ലൈനിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇൻസുലേറ്റേഴ്സിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്,
സർക്യൂട്ട് ബ്രേക്കർ, അതേപോലെ റിലേസ്, പെർ യൂണിറ്റ് സിസ്റ്റം, സിമെട്രിക്കൽ കമ്പോണൻസ്. അതെല്ലാം നമ്മൾ ഫോൾട്ട് അനാലിസിസിന്റെ കേസിൽ മാറ്റുന്നതാണ് സിമെട്രിക്കൽ അനാലിസിസും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ നമുക്കറിയാം അതിൽ അൺസിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ട്, സിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ട്. സിമെട്രിക്കൽ ഫോൾട്ടും അൺസിമെട്രിക്കൽ ഫോൾട്ടും പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഫോൾട്ട് അനാലിസിസിൽ വരുന്നത്. പിന്നെ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റിനെ പറ്റി. സ്റ്റെബിലിറ്റി നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: സ്റ്റഡി സ്റ്റേറ്റ്, ഡൈനാമിക്, ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി. അതിനകത്ത് നമ്മുടെ സ്വിംഗ് ഇക്വേഷൻ വരുന്നുണ്ട്. ആ സ്വിംഗ് ഇക്വേഷനിൽ നിന്ന് പിന്നെ നമ്മൾ പവർ ആംഗിൾ കർവ്, ഇക്വലേരിയ ക്രൈറ്റീരിയൻ, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. പവർ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ചെറിയ ടോപ്പിക്കാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് തന്നിരിക്കുന്നെങ്കിൽ പോലും ഇൻ ഡെപ്തിലുള്ള സ്റ്റഡീസ് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് എന്താണ് ഇൻസുലേറ്റേഴ്സ്, അതിന്റെ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് എന്തിനും ഇൻസുലേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിലൂടെ കറണ്ടിനെ കടത്തിവിടാതെ നോക്കുന്ന എന്തോ ഒരു എക്യുപ്മെന്റ് ആണ് ഇൻസുലേറ്റർ. അപ്പൊ ഇത് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാൻസ്മിഷൻ ലൈൻസിലാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത്. ഇപ്പൊ ട്രാൻസ്മിഷൻ ലൈൻസിൽ ഇൻസുലേറ്റേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ കണ്ടക്ടേഴ്സ് നേരിട്ട് നമുക്ക് ടവറിലോട്ട് കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അവിടെ എന്ത് നമ്മൾ ഉപയോഗിക്കണം? നമ്മുടെ ഇൻസുലേറ്റേഴ്സ് നമ്മൾ അവിടെ ഉപയോഗിക്കണം. അപ്പം നമ്മുടെ ഓവർ ഹെഡ് ലൈൻസ്, നമ്മുടെയൊക്കെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓവർ ഹെഡ് ലൈൻ കണ്ടക്ടേഴ്സ് ഉണ്ട്. അതൊരു ടവറിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ടവറിലെ ലൈൻ കണ്ടക്ടേഴ്സ് വഴിയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ലൈൻ കണ്ടക്ടേഴ്സും ടവേഴ്സും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാകാതെ നമുക്ക് അവിടെ ഒരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കാര്യം കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഒരു ഇൻസുലേറ്റർ വെച്ച് ടവർ വഴി കണക്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കറണ്ട് എർത്തിലൂടെ ഫ്ലോ ചെയ്യുകയും അതുവഴി പോകുന്ന ആർക്കാണെങ്കിൽ പോലും ഷോക്ക് അടിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്തുപയോഗിക്കുന്നത്? ഇൻസുലേറ്റേഴ്സ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഇൻസുലേറ്റേഴ്സ് ആക്ച്വലി നമ്മുടെ ലൈൻ കണ്ടക്ടേഴ്സും സപ്പോർട്ട്സും തമ്മിൽ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുകയും അതുവഴി ലീക്കേജ് കറണ്ട് ഉണ്ടാകാതെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇനി ലീക്കേജ് കറണ്ട്? നമുക്കറിയാം. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ റെസിസ്റ്റൻസിൽ ഒരു സിമ്പിൾ DC സർക്യൂട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു 5 വോൾട്ട് കൊടുത്താൽ ഇതിലൂടെ ഒരു കറണ്ട് I പോകും. ഈ കറണ്ട് I എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അത് യൂസ്ഫുൾ കറണ്ട് ആണ്, അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിലൂടെയാണ് അത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതിന് പകരം ഇതിന്റെ എക്രോസ് ആയിട്ട് ചുമ്മാ ഇതിന് എക്രോസ് ആയിട്ട് ഒരു എയറിലൂടെ ഫ്ലോ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, യൂസ്ഫുൾ ആയിട്ടുള്ള പാത്തിലൂടെ അല്ല കറണ്ട് ഫ്ലോ ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കറണ്ട് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അത് ഡയറക്ട്ലി എന്ത് ചെയ്യുകയാണ്? അവിടെ ഒരു ലോസ് ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെയുള്ള കറണ്ടിനെയാണ് നമ്മൾ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം കണ്ടക്ടറിൽ നിന്ന് നേരെ എർത്തിലോട്ട് കറണ്ട് പോകാതെ ഇൻസുലേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതാണെന്ന് വെച്ചാൽ പോർസിലിൻ ഉണ്ട്, ചിലപ്പോൾ ഗ്ലാസ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്, സ്റ്റിറ്റൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഏറെക്കുറെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോർസിലിൻ തന്നെയാണ്. ഏറെക്കുറെ കൂടുതലായിട്ട് നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഒരു ഇൻസുലേറ്റർ, അല്ലെങ്കിൽ ഈ പോർസിലിൻ എന്ന് പറയുന്ന ഒരു നല്ല ഇൻസുലേറ്റർ ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പോർസിലിൻ എന്ന് പറയുന്നത് ഒരു നല്ല ഇൻസുലേറ്റർ ആണ് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ അതിന് വേണ്ട പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം. ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണമെന്ന് പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. നമുക്ക് അതിൻ്റെ ഒരു പടം നോക്കാം.
ഇത് നമ്മുടെ ഒരു കണ്ടക്ടർ ടവർ അറേഞ്ച്മെന്റ് ആണ്. ഇവിടെ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻസുലേറ്റേഴ്സിലോട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇതൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. ഈ ഇൻസുലേറ്റേഴ്സിലോട്ടാണ് നമ്മൾ നമ്മുടെ കണ്ടക്ടർ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കാറ്റുണ്ടാകാം, മഴയുണ്ടാകാം, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഇൻസുലേറ്ററിന് നല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ലൈൻ ബ്രേക്ക് ആയിട്ട് പോകാനുള്ള പ്രോബബിലിറ്റികൾ അല്ലെങ്കിൽ അതിന്റെ ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം എന്ന് പറയുന്നത്. അതായത് നല്ല ഹോൾഡിംഗ് കപ്പാസിറ്റി വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. നമുക്കറിയാം, റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അവിടെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ എങ്ങനെയായിരിക്കണം? നല്ല ഹൈ റെസിസ്റ്റൻസ് ഉള്ളതായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഹൈ റെസിസ്റ്റൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കറണ്ട് ഫ്ലോ ചെയ്യുകയും അത് ലീക്കേജ് കറണ്ട് ആയിട്ട് എർത്തിലോട്ട് ഫ്ലോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. അടുത്തത് ഹൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഹൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, എപ്സിലോൺ എന്ന് പറയുന്നതാണ് ഹൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെയും നമ്മുടെ മെറ്റീരിയൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാതെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അതാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ട് വോൾട്ടേജ് നമ്മുടെ ആ ഒരു അന്തരീക്ഷത്തിൽ ഡെവലപ്പ് ആവുകയോ അല്ലെങ്കിൽ ആ കണ്ടക്ടറിൽ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ ആവും. അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻസുലേഷൻ പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയും അതിലൂടെ കറണ്ട് പാസ് ചെയ്ത് പോകാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അത് അങ്ങനെ അല്ലാതാകണം എന്നുണ്ടെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഹൈ ആയിരിക്കണം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഹൈ ആണെന്നുണ്ടെങ്കിൽ ഡൈഇലക്ട്രിക് സ്ട്രെങ്തും കൂടുതലായിരിക്കും. അപ്പൊ അതിന് കുറേയേറെ ഹൈ വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇനി അടുത്തത്, ദ ഇൻസുലേറ്റർ മെറ്റീരിയൽ ഷുഡ് ബി നോൺ പോറസ്. നോൺ പോറസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുണ്ടും കുഴിയോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഊട്ടകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിനകത്ത് ക്രാക്സുകൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളം കെട്ടിക്കിടക്കാനോ അല്ലെങ്കിൽ വെള്ളം ഇറങ്ങാനോ അതുവഴി അതിന്റെ പെർമിറ്റിവിറ്റി കുറയുകയും പെട്ടെന്ന് തന്നെ അത് ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ ആകാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അതുകൊണ്ട് നോൺ പോറസ് ആയിരിക്കണം, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാൻ പാടില്ല, ക്രാക്കുകളും ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ പങ്ചർ സ്ട്രെങ്ത്, ദ റേഷ്യോ ഓഫ് പങ്ചർ സ്ട്രെങ്ത് ടു ഫ്ലാഷ് ഓവർ, അല്ലെങ്കിൽ നമ്മൾ അതിന് വേറെ പേര് വിളിക്കുന്നത് സേഫ്റ്റി ഫാക്ടർ ഓഫ് ഇൻസുലേറ്റർ എന്നാണ്. സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. അതായത് അത് പഞ്ചർ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആകാനുള്ള കേപ്പബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ ആ പങ്ചർ ആകാനുള്ള കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഈ ഇൻസുലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് കുറവായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലേറ്റർ കേടാകാൻ അല്ലെങ്കിൽ പഞ്ചറായി പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. സോ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഒരു ഇൻസുലേറ്ററിന് വേണ്ടത്. അടുത്തത് നമ്മൾ ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു വ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ടവർ അറേഞ്ച്മെന്റ് ആണ് ഈ കാണിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റീൽ ടവേഴ്സ് ആണ്. ഈ സ്റ്റീൽ ടവേഴ്സിൽ ക്രോസ് ആം ഉണ്ട്. ഈ ക്രോസ് ആമിലാണ് നമ്മൾ നമ്മുടെ ഇൻസുലേറ്ററും കണ്ടക്ടേഴ്സും എല്ലാം തൂക്കിയിടുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ മുകളിലൂടെ നമ്മൾ ഓവർ ഹെഡ് എർത്ത് വയർ കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ എർത്തിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ദെൻ ഇതില് ഈ ക്രോസ് ആമിന്ന് നമ്മൾ നമ്മുടെ ഇൻസുലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഇതൊരു സ്ട്രിങ് ഇൻസുലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ട്രിങ് ഇൻസുലേറ്ററിന്റെ ഏറ്റവും അറ്റത്തായിട്ട് നമ്മൾ കണ്ടക്ടേഴ്സ് അതിലോട്ട് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. പിൻ ടൈപ്പ് ഉണ്ട്, ഷാക്കിൾ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഇൻസുലേറ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ് വ്യത്യസ്തമായിരിക്കും. ഇവിടെ നമ്മൾ ഒരു സ്ട്രിങ് ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കണ്ടക്ടർ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ താഴെ ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം പിൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലായിരിക്കും നമ്മൾ കണ്ടക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്ട്രക്ചർ അനുസരിച്ച് പല രീതിയിലായിരിക്കും നമ്മൾ കണ്ടക്ടേഴ്സ് ഈ ഇൻസുലേറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഒരു കണ്ടക്ടറിൽ നിന്നുള്ള കറണ്ട് ഇതുവഴി അല്ലെങ്കിൽ ഈ ഇൻസുലേറ്റർ വഴി നേരെ ടവർ വഴി താഴത്തോട്ട് പോകുമ്പോഴാണ് അതിനെ ലീക്കേജ് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാകാതെ ഇത് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഒരു ഇൻസുലേറ്ററിന്റെ കടമ. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ്, ഏതൊക്കെ വോൾട്ടേജുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ എന്ന് പറയുന്നതാണ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ. പിന്നാണ്, പിൻ ചെയ്ത് വെക്കുന്ന ഒരു ഇൻസുലേറ്റർ ആണ്. ഈ പിൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പിൻ ടൈപ്പ് ഇൻസുലേറ്റർ നമ്മുടെ ക്രോസ് ആംസിലോട്ട് നമ്മൾ പിൻ ചെയ്ത് ഇറക്കുകയാണ്. അല്ലെങ്കിൽ അതിനെ ഒരു സ്റ്റീൽ പിൻ വെച്ചിട്ട് നമ്മൾ അതിനോട്ട് കണക്ട് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ക്രോസ് ആംസിലോട്ട്. അപ്പം ഇതിന്റെ മുകളിൽ ഒരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂവിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കുഴി പോലെ കൊടുത്തിട്ടുണ്ട്. ഈ കുഴിയുടെ ഉള്ളിലാണ് ഇതിന്റെ ഒരു സ്ട്രക്ചറാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ക്രോസ് ആം ആണ്. ക്രോസ് ആമിലോട്ട് നമ്മളൊരു സ്റ്റീൽ പിന്ന് വഴി നമ്മുടെ ഇൻസുലേറ്റർ, പിൻ ടൈപ്പ് ഇൻസുലേറ്റർ പിൻ ചെയ്ത് വെക്കുകയാണ്. അതുകൊണ്ടാണ് പിൻ ടൈപ്പ് എന്നുള്ള പേര് വന്നത്. ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു ഗ്രൂവ് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രൂവിലാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നത്, നമ്മുടെ കണ്ടക്ടേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രൂവില് നമ്മൾ ഒരു അനീൽഡ് വയറോ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ തന്നെ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ ഒന്ന് അതിൽ ബൗണ്ട് ചെയ്ത് വെക്കുന്നത്. സോ ദാറ്റ് അത് അല്ലെങ്കിൽ ആ ഗ്രൂവിൽ നിന്ന് പുറത്തു പോകാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടൊരു നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു വയർ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ദ മെയിൻ തിങ് നമ്മൾ പിൻ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് 33 kV വരെയുള്ള വോൾട്ടേജസിന് വേണ്ടിയിട്ടാണ് പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഫോർ വോൾട്ടേജസ് അപ് ടു 33 kV, 33 kV വരെ ഉള്ളതിന് നമ്മൾ പിൻ ടൈപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് മുകളിലുള്ള വോൾട്ടേജസ് വരുമ്പോഴത്തേക്ക് നമ്മൾ പിൻ ടൈപ്പുകൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബൾക്കിയാണ്, അതേപോലെ തന്നെ എക്കണോമിക്കൽ അല്ല. അത്രയും ഹെവി വോൾട്ടേജസ് അല്ലെങ്കിൽ 66, 110 kVക്കൊക്കെ അത്ര ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ ഇസ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ. സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ടൈപ്പ് ഇൻസുലേറ്റർ ആണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്. നമ്മൾ കുറേയൊക്കെ യാത്രകൾ അല്ലെങ്കിൽ റോഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസ് 110 kVയോ 66 kVയോ ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ കണ്ടക്ടേഴ്സ് ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിൽ കാണാം. എന്നിട്ട് കുറെ ഡിസ്കുകളായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കി ഇതൊക്കെ നമ്മൾ കോമൺലി നമ്മൾ ബസ്സിലൊക്കെ അല്ലെങ്കിൽ കാറിലൊക്കെ യാത്ര പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെ തൂക്കിയിടുന്നതിനെയാണ് സസ്പെൻഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തന്നെ ഓർത്തോളുക, ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പൊ ഇത് വലിയ ടവേഴ്സിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അത് ചെറിയ വോൾട്ടേജസിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അത് എപ്പോഴും ഉപയോഗിക്കുന്നത് 33 kVക്ക് മുകളിലായിട്ടുള്ള വോൾട്ടേജസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതില് നമുക്ക് ഈ തൂക്കിയിട്ടിരിക്കുന്ന എന്താണ്, ഓരോ ഡിസ്കുകളാണ്. അത് പോർസലൈൻ ഡിസ്കുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ റെസിസ്റ്റർ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഡിസ്കുകളും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തേക്കുവാണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഓരോ അല്ലെങ്കിൽ ഇതിന് ഒരൊറ്റ സ്ട്രിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും.
സ്ട്രിങ് എന്ന് പറയുമ്പോൾ തൂക്കിയിട്ടിരിക്കുന്ന ഡിസ്കുകളുടെ ഒരു കൂട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പ് പോർഷനാണ് നമ്മൾ ക്രോസ് ആമിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ആൻഡ് ദ ബോട്ടം പോർഷനിലാണ് നമ്മൾ കണ്ടക്ടർ കണക്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് താഴത്തെ ഭാഗത്തായിരിക്കും കണ്ടക്ടർ കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിസ്കും 11 kV വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഡിസ്കുകളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഡിസ്ക് എത്രയുണ്ടോ അതനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു ടവറിലെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് നോക്കി പറയാൻ സാധിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ഞാനിപ്പോൾ പറഞ്ഞു. 33 kV കേബിൾ ആണ്, പോർസിലിൻ ഡിസ്ക് ആണ്, പിന്നെ അതേപോലെ ഓരോ ഡിസ്കും 11 kV വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? ഈ സസ്പെൻഷൻ ടൈപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസുകൾ എന്താണ്? പിൻ ടൈപ്പിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹയർ വോൾട്ടേജുകളിലോട്ട് കുറച്ചും കൂടെ ചീപ്പർ ഓപ്ഷൻ ആണ് സസ്പെൻഷൻ ടൈപ്പ്. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ ആണ്. ഇനി ഓരോ ഡിസ്ക് നമ്മൾ പറഞ്ഞു 11 kVക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ഡിസ്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ്, വർക്കിംഗ് വോൾട്ടേജ് നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡിസ്ക് ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൊത്തം സ്ട്രിങ് നമുക്ക് മാറ്റേണ്ടതായിട്ടില്ല. ഏത് ഡിസ്ക് ആണോ ഡാമേജ് ആയത് അതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, മാറ്റിയാൽ മതി. അതേസമയം പിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ ഫുൾ സ്ട്രക്ചർ അതേപോലെ തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്. ദെൻ സസ്പെൻഷൻ അറേഞ്ച്മെന്റ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇതിന് ഫ്രീ ആയിട്ട് സ്വിങ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെസ് അത് മിനിമം ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പൊസിഷൻസ് അതിന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ വിൻഡ് ലോഡ് വന്നാൽ പോലും ടോട്ടൽ ലോഡ് ഓഫ് ദ കണ്ടക്ടർ പ്ലസ് ദ വിൻഡ് ലോഡിനെയും അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി സസ്പെൻഷൻ അറേഞ്ച്മെന്റ്സിനുണ്ട്. കാരണം കണ്ടക്ടേഴ്സ് അതിന്റെ താഴത്തെ ഭാഗത്താണ് തൂക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് സ്വിങ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഫെസിബിലിറ്റി സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിന് ഉണ്ട്. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ വർക്കിംഗ് വോൾട്ടേജ് കൂട്ടണമെങ്കിൽ പോലും നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഡിസ്കുകളുടെ എണ്ണം നമുക്ക് ഇൻക്രീസ് ചെയ്താൽ മതി. ദെൻ നമുക്ക് ഇത് മെയിൻലി നമ്മൾ സ്റ്റീൽ ടവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ ടവേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ മെക്കാനിക്കലി സ്ട്രോങ് ആയിട്ടുള്ളതായതുകൊണ്ട് ഇതിന്റെ ഒരു വെയിറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇത് അല്ലെങ്കിൽ നമുക്കറിയാം എർത്തിങ് വയർ എന്ന് പറയുന്നത് നമ്മുടെ ടവറിന്റെ ഏറ്റവും ടോപ്പ് പോർഷനിലാണ് പോകുന്നത്. ആൻഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ താഴെ ഭാഗത്താണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു കാരണവശാൽ ലൈറ്റ്നിങ് ഉണ്ടായാൽ പോലും എർത്ത് വയർ മുകളിലുള്ളത് കൊണ്ട് കുറേയേറെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ നമ്മുടെ ഈ കണ്ടക്ടേഴ്സിന് കിട്ടും. കാര്യം മുകളിൽ എർത്ത് വയർ ഉള്ളതുകൊണ്ട് കുറേയേറെ ലൈറ്റ്നിങ്ങിന്റെ ഹൈ സർജസ് ഈ എർത്ത് വയർ എടുക്കും. ബാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ എർത്ത് വയർ പിടിച്ചില്ലെങ്കിൽ മാത്രമാണ് ഈ ഒരു കണ്ടക്ടേഴ്സിലോട്ട് ലൈറ്റ്നിങ് വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. സോ അതൊരു ഡബിൾ പ്രൊട്ടക്ഷൻ ആയിട്ട് അതിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് സ്ട്രെയിൻ ഇൻസുലേറ്റർ. സ്ട്രെയിൻ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേരിൽ നിന്ന് മനസ്സിലാകും സ്ട്രെയിൻ ചെയ്യുകയാണ്. അതപ്പോൾ ഒരു കുറച്ച് ടെൻഷൻ എടുക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ ടെൻഷൻ വരുന്നത്? When there is a dead end of the line or there is a corner or a sharp curve, the line is subjected to greater tension. അതായത് ഒരു അവസാനം എത്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെക്ഷന്റെ അവസാനം എത്തുമ്പോഴത്തേക്കും ആ ലോഡ് അവിടെ പോയി നിൽക്കുകയാണ്. അപ്പൊ ആ ലോഡ് നിൽക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടെൻഷൻ കൂടുതലാണ് ആ എൻഡിങ് പോർഷനിൽ വരുന്നത്. അല്ലെങ്കിൽ ഒരു കർവ് വരുമ്പോഴോ കോർണർ ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ടെൻഷൻ അവിടെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ നമുക്ക് നമ്മുടെ പിൻ ഇൻസുലേറ്ററിനോ
അല്ലെന്നുണ്ടെങ്കിൽ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സിനോ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ നമ്മുടെ പിൻ ഇൻസുലേറ്റേഴ്സിനൊന്നും ഡയറക്റ്റ്ലി എടുക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ 11 kV താഴെയാണെങ്കിൽ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് ആണ് നമ്മൾ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം 11 kVക്ക് മുകളിലാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഒരു സസ്പെൻഷൻ ഇൻസുലേറ്ററിന്റെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫോർ 11 kVക്ക് എബോവ് വോൾട്ടേജസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും നമ്മൾ ഈ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിനെ എന്താ പറയുന്നത് സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം വെർട്ടിക്കൽ ബേസിസിലായിരിക്കും നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ അതിന് കുറച്ചും കൂടെ കുറവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർട്ടിക്കൽ പൊസിഷൻസ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ സസ്പെൻഡ് ചെയ്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടെൻഷൻ കുറച്ചും കൂടെ കൂടത്തേ ഉള്ളൂ. കർവുകളൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ടെൻഷൻ കൂടുതലാണ്, അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ് ആ ഒരു ഇൻസുലേറ്ററിന് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഡാമേജ്ഡ് ആകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഷാക്കിൾ ഇൻസുലേറ്റർ ഇതും ഒരു ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഇൻസുലേറ്റർ ആണ്. ഈ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ ലോ വോൾട്ടേജ് ബിലോ 11 kV ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇൻസുലേറ്റേഴ്സ് നമ്മൾ ഹൊറിസോണ്ടൽ പൊസിഷനിലോ അല്ലെങ്കിൽ വെർട്ടിക്കൽ പൊസിഷനിലോ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് ഡയറക്ട്ലി നമ്മൾ ക്രോസ് ആംസിലോട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്യാണ്. ഒരു ഗ്രൂവ് വഴി നമ്മൾ ഒരു പിൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബോൾട്ട് വെച്ചിട്ട് നമ്മൾ ഡയറക്ട്ലി നമ്മുടെ ക്രോസ് ആംസിലോട്ട് കണക്ട് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് എ സ്ട്രെയിൻ ഇൻസുലേറ്റർ ആണ്. ലെസ് ദാൻ 11 kVയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഇൻസുലേറ്റർ ആണ് നമ്മുടെ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ലോ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേ ഇൻസുലേറ്റർ ഓർ ഇതിനെ നമ്മൾ എഗ് ഇൻസുലേറ്റർ എന്നൊക്കെ വിളിക്കാറുണ്ട്. നമുക്കറിയാം നമ്മുടെ പോസ്റ്റ് ഒക്കെ നേരെ നിൽക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റിനെയൊക്കെ നമുക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് വലിച്ചു കെട്ടാറുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ വലിച്ചു കെട്ടുന്നത് ഈ സ്റ്റേ ഇൻസുലേറ്റർ വഴിയാണ് നമ്മൾ വലിച്ചു കെട്ടുന്നത്. അത് നമ്മൾ പോർസിലിൻ വെച്ചിട്ടാണ് മെയിൻലി നമ്മൾ ഈ സ്റ്റേ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗേ വയർ അത് ഗ്രൗണ്ടിലോട്ട്, ഗേ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റിലൊക്കെ വലിച്ചു കെട്ടുന്ന ആ വയറിനെയാണ് ഗേ വയർ എന്ന് പറയുന്നത്. ആ ഗേ വയർ ബ്രേക്ക് ആകാതെ പൊട്ടിപ്പോവാതെ പുറത്ത് താഴെ വീഴാതെയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേ ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ എഗ് ഇൻസുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സാധാരണഗതിയിൽ ഇൻസുലേറ്റേഴ്സിന് പ്രത്യേകിച്ച് അപകടങ്ങളോ അല്ലെങ്കിൽ കേടുപാടുകളോ ഒന്നും ഉണ്ടാകാറില്ല. പക്ഷെ കാലപ്പഴക്കം കൊണ്ട് ചിലപ്പോഴൊക്കെ അതിൽ എന്തെങ്കിലും ക്രാക്കുകൾ വീഴുകയോ അല്ലെങ്കിൽ അതിൽ വെള്ളം ഒക്കെ കെട്ടിക്കിടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഫോർ ഫ്ലാഷ് ഓവർ ഉണ്ടാകാനുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാറുണ്ട്. അപ്പൊ എന്താണ് ഫ്ലാഷ് ഓവർ? ഫ്ലാഷ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആണ്, അല്ലെങ്കിൽ ഒരു ആർക്ക് ഫോർമേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഏതിന്റെ സർഫസിൽ? നമ്മുടെ ഇൻസുലേറ്ററിന്റെ സർഫസിൽ ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പോലെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലാഷ് ഓവർ എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? സപ്പോസ് നമുക്ക് പെട്ടെന്ന് ഒരു മഴയൊക്കെ ഉണ്ടായി, നമ്മുടെ ഏതെങ്കിലും ഒരു ഡിസ്കോ ഏതെങ്കിലും ഒരു ഡിസ്കിന് എന്തെങ്കിലും ഒരു ചെറിയ ക്രാക്കൊക്കെ വീണ് കിടക്കുമായിരുന്നായിരിക്കാം. അപ്പൊ എന്താ പറ്റുക? ആ ക്രാക്കിലൂടെ വെള്ളം ഇറങ്ങുന്നു. വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അതിന്റെ പെർമിറ്റിവിറ്റി കുറയും. പെർമിറ്റിവിറ്റി കുറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു ലൈറ്റ്നിങ് സർജ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ആ ലൈറ്റ്നിങ് വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് പറ്റും? ഇത് നെക്രോസ് ആയിട്ടുള്ള എയർ എന്ന് പറയുന്നത് എന്ത് പറ്റും? പെട്ടെന്ന് തന്നെ കണ്ടക്റ്റിംഗ് ആവും. അപ്പൊ കണ്ടക്റ്റിംഗ് ആകുമ്പോഴത്തേക്കും ഇത് നെക്രോസ് ആയിട്ടുള്ള എയർ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള എയർ ഇവിടെ ഒരു അയണൈസേഷൻ സംഭവിക്കുകയും ഈ ഇൻസുലേറ്ററിന്റെ പെർമിറ്റിവിറ്റി കുറവായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഈ ഇൻസുലേറ്ററിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് കുറയുകയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അപ്പൊ ഇൻസുലേറ്റർ എന്തായിട്ട് മാറും? കണ്ടക്റ്റിംഗ് ആയിട്ട് മാറും. അപ്പൊ എന്ത് പറ്റും? ഈ എയർ
കണ്ടക്ടിങ് ആയിട്ടുള്ള എയറിലുള്ള അയണൈസേഷൻ നമ്മുടെ ഇൻസുലേറ്ററിലോട്ട് കൊടുക്കുകയും അതിലോട്ട് കറണ്ട്, ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഫ്ലാഷ് ഓവർ നടക്കുകയും കണ്ടക്ടറിലോട്ട് അല്ലെങ്കിൽ ഈ ഡിസ്കിന് ക്രോസ് ആയിട്ട് ഒരു ആർക്ക് ഫോർമേഷൻ അവിടെ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു ആർക്ക് ഫോർമേഷൻ അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലാഷ് ഓവർ എന്ന് പറയുന്നത്. നോർമലി 30 kW/cm ആണ് എയറിന്റെ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു ബ്രേക്ക് ഡൗൺ സ്ട്രെങ്തിനേക്കാളും കൂടുതൽ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഇൻസുലേറ്ററിന് അക്രോസ് ആയിട്ടുള്ള എയർ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുകയും അത് പയ്യെ പയ്യെ നമ്മുടെ ഇൻസുലേറ്ററിനെ ബ്രേക്ക് ഡൗൺ ആക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഫ്ലാഷ് ഓവർ ഉണ്ടാകുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ഇൻസുലേഷൻസ് ഫെയിൽ ആകാനുള്ള പോസിബിലിറ്റികൾ അല്ലെങ്കിൽ കോസുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ക്രാക്കിംഗ് ഓഫ് ഇൻസുലേറ്റർ. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും നമ്മുടെ പോർസിലിൻ ഇൻസുലേറ്ററിൽ ഏതെങ്കിലും ഒരു കാരണവശാല് ക്രാക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ വിള്ളലൊക്കെ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും വെള്ളം ഇറങ്ങാനും ആ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് അവിടെ ഫോം ചെയ്യുകയും അതുവഴി നമ്മുടെ പെർമിറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. പെർമിറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടെ ഡിക്രീസ്ഡ് ആവും. ഡയലക്ട്രിക് സ്ട്രെങ്ത് ഡിക്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. സോ അത് വഴി എന്താണ് ഫ്ലാഷ് ഓവർ ഒക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അടുത്തത് ഡിഫക്റ്റീവ് ഇൻസുലേഷൻ മെറ്റീരിയൽ. പോർസിലിൻ ആണ് നമ്മൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലേഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്. പക്ഷെ പോർസിലിനിലെ ഏതെങ്കിലും കാരണവശാൽ ഇമ്പ്യൂരിറ്റീസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് മാറിപ്പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഫ്ലാഷ് ഓവർ ഉണ്ടാവുകയും പഞ്ചർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ദെൻ പോറോസിറ്റി. പോറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അപ്പം വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും. റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് എന്ന് പറയുന്നത് കൂടുതൽ ഫ്ലോ ചെയ്യും. സോ അവിടെ ലീക്കേജ് കറണ്ട് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി അവിടെ കൂടുതൽ ആണ്. അടുത്ത കോസ് എന്ന് പറയുന്നത് ഫ്ലാഷ് ഓവർ. ഏതെങ്കിലും കാരണവശാലും ഇൻസുലേറ്റേഴ്സ് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലാഷ് ഓവർ ആകും. വൺസ് അത് ഫ്ലാഷ് ഓവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റിയില്ലെങ്കിൽ വീണ്ടും ഒരു ലൈറ്റ്നിങ് സർജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഇൻസുലേറ്റർ പഞ്ചർ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദെൻ മെക്കാനിക്കൽ സ്ട്രെസ് കൂടുതലാണെങ്കിൽ ഓൾറെഡി ബ്രേക്ക് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഇൻസുലേറ്റർ ആണ്, പിന്നെയും നമ്മൾ അതിലോട്ട് ലോഡ് കൂടുതൽ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കൽ സ്ട്രെസ് കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലേറ്റർ ബ്രേക്ക് ഡൗൺ ആകും. വാട്ട് ഇസ് പങ്ക്ചർ? പങ്ക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഫ്ലാഷ് ഓവർ ഉണ്ടായി അവിടെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻസുലേറ്റർ ഡാമേജ്ഡ് ആവും. അങ്ങനെ ഇൻസുലേറ്റർ ഡാമേജ്ഡ് ആകുമ്പോഴത്തേക്കും പിന്നീട് വീണ്ടും അത് റീപ്ലേസ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വോൾട്ടേജ് ബിൽഡപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമ്മുടെ ഇൻസുലേറ്റേഴ്സ് പെർമനന്റ് ബ്രേക്ക് ഡൗണിലോട്ട് പോകും. അതിന്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് എല്ലാം മാറുകയും അതൊരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അതൊരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ഡയറക്ട്ലി കണ്ടക്ടറിൽ നിന്നുള്ള കറണ്ട് ടവറിലോട്ട് പോവുകയും അതുവഴി അത് എർത്തിലോട്ട് പോവുകയും ആൻഡ് ദർ ഇസ് എ കോസ് ഓഫ് എർത്ത് ലീക്കേജ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഷോക്ക് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി ഒക്കെ അവിടെ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ പങ്ക്ചർ ഓഫ് ആൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. സോ പങ്ക്ചർ ഉണ്ടാകുന്നത് ഫസ്റ്റ് ഫ്ലാഷ് ഓവർ ഉണ്ടായി കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഡിസ്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻസുലേറ്റർ മാറുന്നില്ലെന്നുണ്ടെങ്കിലാണ് പങ്ക്ചർ ഉണ്ടാകുന്നത്. ദെൻ വാട്ട് ഈസ് സേഫ്റ്റി ഫാക്ടർ? സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് പങ്ക്ചർ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ഫ്ലാഷ് ഓവർ വോൾട്ടേജിന്റെ റേഷ്യോനെയാണ് സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു റേഷ്യോ ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസുലേറ്റർ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ സംഭവിക്കത്തില്ല. പങ്ക്ചർ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ഫ്ലാഷ് ഓവർ വോൾട്ടേജ് അതിന്റെ റേഷ്യോ ആണ് സേഫ്റ്റി ഫാക്ടർ. സേഫ്റ്റി ഫാക്ടർ ഷുഡ് ബി ഹൈ ഫോർ ബെറ്റർ പ്രൊട്ടക്ഷൻ ഓഫ് ദ സിസ്റ്റം. നെക്സ്റ്റ് ഈസ് ആർക്കിംഗ് ഹോൺ.
ഈ ആർക്കിംഗ് ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ ഒരു സസ്പെൻഷൻ ഇൻസുലേറ്റർ ആണ്. ഈ സസ്പെൻഷൻ ഇൻസുലേറ്ററിന് ചുറ്റും നമ്മൾ ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് പോർഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ആർക്കിംഗ് ഹോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആർക്കിംഗ് ഹോൺ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാവുകയും അതിനെ ക്രോസ് ആയിട്ടുള്ള ഇവിടെയുള്ള എയർ എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ട്ലി നമ്മുടെ ഇൻസുലേറ്റേഴ്സിലോട്ട് ഈ ബ്രേക്ക് ഡൗൺ വരാതെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ആർക്കിംഗ് ഹോൺ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ എയർ ഇവിടെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എയർ കണ്ടക്ടിങ് ആകുമ്പോൾ അവിടെ ഒരു ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ആർക്കിംഗ് ഹോൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസുലേറ്റേഴ്സിലോട്ട് ആ ഒരു ഹീറ്റ് വരുത്താതെ ഫ്ലാഷ് ഓവറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ആർക്കിംഗ് ഹോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ക്ലാസിഫിക്കേഷൻ, അതിന്റെ അഡ്വാൻറ്റേജസുകൾ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഇൻസുലേറ്റർ ബ്രേക്ക് ഡൗൺ ആകുന്നത്, അതേപോലെ അത് ഫ്ലാഷ് ഓവറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരു തിയറി പോർഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് നിന്ന് സേഫ്റ്റി ഫാക്ടറിന്റെ 1-2 ക്വസ്റ്റ്യൻസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ മെയിൻലി നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് 3 or 5 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. First one, the most commonly used material for insulators of overhead transmission line is. ഇതിലെ ഓപ്ഷൻസ് നോക്കിയാൽ മൈക്ക, ഗ്ലാസ്, PVC, പോർസിലിൻ. നമ്മൾ പഠിച്ചതിൽ വെച്ച് പോർസിലിനും ഗ്ലാസും മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് പോർസിലൻ ആണ്. ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പോർസിലൻ ആണ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് is the dash R of egg shape, also called strain or gauge insulators, and are used in gauge cables where it is necessary to insulate the lower part of the gauge cable from the pole for safety of people and animals on the ground. നമുക്കറിയാം എഗ് ഷേപ്പ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ് എഗ് ഷേപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് സ്റ്റേ വയർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ സ്റ്റേ ഇൻസുലേറ്റേഴ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ ഓർത്തിരിക്കുക, എഗ് ഇൻസുലേറ്ററിനൊക്കെ ഇതിന് പേരുണ്ട്. എഗ് ഇൻസുലേറ്ററിനുണ്ട്, ഗേ ഇൻസുലേറ്റർ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിളിക്കും. സ്റ്റേ ഇൻസുലേറ്റേഴ്സ് എന്നാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, an insulator is so designed that it should fail only by. ഇൻസുലേറ്റർ സാധാരണഗതിയിൽ ഫെയിൽ ആകുന്നത് ഫ്ലാഷ് ഓവർ ആകുമ്പോഴേ ഫെയിൽ ആവത്തില്ല. ഫ്ലാഷ് ഓവർ കഴിഞ്ഞ് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ അടുത്തൊരു ഫ്ലാഷ് ഓവർ വരുമ്പോൾ ആണ് അതിന് പങ്ക്ചറിങ് നടക്കുന്നത്. പങ്ക്ചറിങ് നടന്നു കഴിഞ്ഞാൽ പങ്ക്ചറായി പോയി അല്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ആയി പോയി എന്നുള്ളതാണ് അർത്ഥം. അതിനെ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. സോ ആൻസർ ഇസ് പങ്ക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, what type of insulator use the dead ends and on straight lines as suspension type for voltages 33 ആണ് കേട്ടോ, 3.3 അല്ല, 33 kV and above. 33 kV and aboveല് നമ്മൾ ഡെഡ് എൻഡ്സിലും സ്ട്രേറ്റ് ലൈൻസിലും നമ്മൾ യൂസ് ചെയ്യുന്ന സസ്പെൻഷൻ ടൈപ്പ് ആയിട്ടുള്ള ഇൻസുലേറ്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു. ഡെഡ് എൻഡ്സിൽ നമ്മൾ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻസർ സ്ട്രെയിൻ ഇൻസുലേറ്റർ ആണ്. ലെസ് ദാൻ 11 kV ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സസ്പെൻഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് സസ്പെൻഷൻ ടൈപ്പിന്റെ കൂടെ ആണ് നമ്മൾ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ 33 അല്ലെങ്കിൽ 11 kV എബോവിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ, what is the type of insulator used for holding the high tension overhead conductor on a straight running of poles? സ്ട്രേറ്റ് റണ്ണിങ് ഓഫ് പോൾസിൽ ഹൈ ടെൻഷൻ സ്ട്രേറ്റ് റണ്ണിങ് ഓഫ് പോൾസ് എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങനെ വലിഞ്ഞു പോകുന്ന ടൈപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. നേരെ പോകുന്ന കണ്ടക്ടേഴ്സിൽ ഹൈ ടെൻഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഷാക്കിൽ നമ്മൾ സ്ട്രെയിൻ ഇൻസുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, സ്റ്റേ ഇൻസുലേറ്റർ അല്ല. പോസ്റ്റ് ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഒരു ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന പോലെ ഒരു ഇൻസുലേറ്റർ ആണ്. ഇതിങ്ങനെ ഒരു ഇൻസുലേറ്റർ അല്ല. ബാക്കി നമുക്കറിയാം പിൻ ടൈപ്പ് ആണ്. പിൻ ടൈപ്പിലാണ് നമുക്കൊരു ഗ്രൂവ് ഉള്ളത്. ആ ഗ്രൂവിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്നത്. പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആണ് സ്ട്രേറ്റ് റണ്ണിങ് പോൾസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം നല്ല രീതിയിൽ ഓരോ ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിയുമ്പോൾ അതിന് നോട്ട് എഴുതി, അതേപോലെ അതിന്റെ MCQ ഡിസ്കസ് ചെയ്തത് എഴുതുക. അതേപോലെ കുറേയേറെ പ്രോബ്ലംസ് നമ്മുടെ ടെസ്റ്റ് സീരീസിലൂടെയൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഇൻസ്പെക്ടറേറ്റിന്റെ എക്സാം എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി റെഡ്യൂസ്ഡ് സിലബസും ആണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമും കൂടിയാണ് ഇൻസ്പെക്ടറേറ്റിന്റെ എക്സാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.